ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 171 നാം ഒന്ന് പറയും. ഭാഗം 171 നാം ഒന്ന് പറയും ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശാന്തലിംഗ സ്വാമികൾ. അദ്ദേഹം മധുരയ്ക്കടുത്തായി തിരുപ്രം കുണ്ട്രത്ത് ഒരു ചെറിയ മഠം സ്ഥാപിക്കുകയുണ്ടായി. ശാന്തലിംഗ സ്വാമി മഠം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു ദിവസം ഗുരുദേവൻ മധുരയിൽ സന്ദർശനം നടത്തിവരവേ തിരുപ്രം കുണ്ട്രത്തെ ആ മഠത്തിൽ എത്തിച്ചേർന്നു. ആ വിവരമറിഞ്ഞ് നാട്ടുകോട്ട ചെട്ടിയാർമാർ കൂട്ടം കൂട്ടമായെത്തി ഗുരുദേവനെ നമസ്കരിച്ചുകൊണ്ടിരുന്നു. ആ നേരത്ത് ഒരാൾ തമിഴ് പാടലുകൾ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ആ ഓരോ പാടലുകളും കേട്ടിട്ട് ഗുരുദേവൻ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. അപ്പോൾ മധുരയിൽ വിദ്യാർത്ഥിയായിരുന്ന കാക്കക്കുഴിയിൽ പത്മനാഭൻ വൈദ്യരുടെ അനന്തിരവൻ മാധവനും അയാളുടെ സഹപാഠികളായ ചക്രപാണിയും ഗോവിന്ദനും അവിടെ എത്തിച്ചേർന്നു. മാധവനെ കണ്ടപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, വൈദ്യരുടെ അനന്തിരവൻ അല്ലേ? മാധവൻ, അതേ സ്വാമി. ഗുരുദേവൻ, നമുക്ക് ഒരാളെ കണ്ടാൽ ഒന്ന് തോന്നും, അത് ശരിയായിരിക്കുകയും ചെയ്യും. പിന്നീട് പഠനത്തെക്കുറിച്ചും താമസത്തെക്കുറിച്ചുമൊക്കെ അവരോട് ഗുരുദേവൻ പലതും ചോദിച്ചു. പോകാൻ സമയമായപ്പോൾ മാധവനും കൂട്ടുകാരും ഗുരുദേവനെ നമസ്കരിച്ചു. അവർ മഠത്തിൽ നിന്നിറങ്ങി അല്പദൂരമായപ്പോൾ ഒരാൾ പിന്നാലെ ഓടിച്ചെന്ന് വിളിച്ചു. അത് കേട്ട് അവർ തിരിഞ്ഞു നിന്നു. ഓടി വന്നയാൾ പറഞ്ഞു, സ്വാമി വിളിക്കുന്നു, ഉണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മാധവൻ ഇങ്ങനെ പറഞ്ഞു, ഉണ്ണാൻ നിന്നാൽ ഇപ്പോഴത്തെ വണ്ടി കിട്ടുകയില്ല, ഞങ്ങൾ ഈ വണ്ടിക്ക് തന്നെ പോകാനായി പോയെന്ന് പറഞ്ഞേക്കണം. അവർ വേഗത്തിൽ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. അവിടെ എത്താറായപ്പോൾ അവർക്ക് പോകേണ്ടിയിരുന്ന വണ്ടി പുറപ്പെട്ടു പോകുന്നത് അവർ കാണാനിടയായി. ഇനി വളരെ വൈകിയേ അടുത്ത വണ്ടിയുള്ളുവെന്നും ഊണ് കഴിഞ്ഞതിന് അവിടെയെങ്ങും സൗകര്യവുമില്ലെന്ന് പറഞ്ഞപ്പോൾ മാധവൻ മറ്റുള്ളവരോട് പറഞ്ഞു, നമുക്ക് മഠത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാം, ഉണ്ണുകയും ചെയ്യാം. സ്വാമി പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടാണ് ഈ വിധമായതെന്ന് ചക്രപാണിയും പറഞ്ഞു. അവർ മൂവരും ആശ്രമത്തിൽ മടങ്ങിയെത്തി. അവരെ കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, നാം ഒന്ന് പറയും, അതുപോലെ വരികയും ചെയ്യും. മാധവനും കൂടെയുണ്ടായിരുന്നവരും ഒരു ജാള്യതയോടെ നിന്നപ്പോൾ ഗുരുദേവൻ വീണ്ടും പറഞ്ഞു, ഇനി ഉണ്ണാമല്ലോ. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ. ശ്രീനാരായണ ഗുരുദേവ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 171 നാം ഒന്ന് പറയും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.